1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി കേരളത്തിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതി കൂടി യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റ് ഇന്ന് നടക്കും. തിരുവമ്പാടിയിലെ പദ്ധതി സ്ഥലത്ത് ഇന്ന് രാവിലെ 11 മണിക്ക് ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കിബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ കെ പി പുരുഷോത്തമൻ. ഈ തുരങ്കപാത എത്ര നാൾ കൊണ്ട് പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ ആലോചന? പ്ലാൻ എങ്ങനെയാണ്? ഈ ടണൽ നമ്മൾ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് നമ്മുടെ പ്ലാനിങ്. ഇന്ന് ബ്ലാസ്റ്റിംഗ് നടക്കുകയാണ്. ഇതിൽ ഇന്നത്തെ ബ്ലാസ്റ്റിംഗിന് ശേഷം പിന്നെ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഇന്ന് ഒരു പോർട്ടലിലാണ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. നമുക്ക് 2 ടിൻ ട്യൂബ് ടണലാണ്. അപ്പോൾ 2 സൈഡിൽ നിന്നും, അതായത് വയനാട് സൈഡിൽ നിന്നും കോഴിക്കോട് സൈഡിൽ നിന്നുമുള്ള 2 ടണലുകളിലും, അതായത് മൊത്തത്തിൽ 4 ബ്ലാസ്റ്റിംഗ് ഒന്നിച്ച് നടത്തിക്കൊണ്ടായിരിക്കും ഇതിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള ടണൽ പോർട്ടൽ ഫേസിൽ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ ബ്ലാസ്റ്റിംഗ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു കാര്യം മിസ്റ്റർ പുരുഷോത്തമൻ, ഈ തുരങ്കപാത എത്ര കിലോമീറ്റർ നമുക്ക് ലാഭിച്ചു തരും? കാരണം എപ്പോഴും വയനാട്ടിലേക്കുള്ള യാത്ര ആളുകൾക്ക് ഒരുപാട് അലോസരം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ. അതെ, ഈ ടണല് മുഖാന്തരം നമുക്ക് ഏകദേശം 20 കിലോമീറ്ററിലധികം ദൂരം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതിനു പുറമെ ഏകദേശം 1 മണിക്കൂറിലധികം സമയവും നമുക്ക് ഇതുകൊണ്ട് ലാഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേസമയം ഈ പാതയെക്കുറിച്ച് പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരുപാട് ആശങ്കകൾ ഈ പരിസ്ഥിതിയെക്കുറിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാടിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം. അപ്പോൾ അതേസമയം ഇതിനെല്ലാ ക്ലിയറൻസും ലഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് താങ്കൾ എന്താ പറയാൻ പോകുന്നത്? അത് ഈ ഒരു ടണലിന്റെ കാര്യത്തിൽ പരിസ്ഥിതി ഇവിടെ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അതിന്റെ നമ്മുടെ ക്ലിയറൻസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടണലിന് ഒരു എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ, അതിനുവേണ്ടി മാത്രം നമ്മൾ ഒരു 40 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ടണൽ കടന്നു പോകുന്നത് നല്ല ഉറപ്പുള്ള ഒരു പാറയുള്ള സ്ഥലത്തു കൂടിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പാറയാവുമ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ടണൽ ബ്ലാസ്റ്റിങ്ങും വളരെ നന്നായിട്ട് നടക്കുന്നതായിരിക്കും, പ്രോഗ്രസും നല്ലതായിരിക്കും. ഈ ഒരു ഹിൽ സൈഡിന് വേണ്ടി ഈ ഒരു ആഘാതങ്ങളും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. അപ്പോൾ അതുപോലെ ഈ പാറ പൊട്ടിക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കിപ്പം ചിലർ ആശങ്കയുണ്ട്. അപ്പോൾ ഈ ആശങ്കപ്പെടുന്നവരോട് താങ്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അല്ല, പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഒരു ടണലാണ് ഏറ്റവും പരിസ്ഥിതിക്ക് ആഘാതം കുറച്ചുകൊണ്ടുള്ള ഒരു ഹൈവേ പദ്ധതി എന്ന് എനിക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിപ്പോൾ താമരശ്ശേരി ചുരം ഒരു ഡബിൾ ലൈനിന് പകരം നമ്മളൊരു 4 ലൈൻ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് മറ്റൊരു റോഡ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയോ മരങ്ങൾ മുറിക്കേണ്ടി വരും, എത്രയോ നമ്മൾ ഹില്ലുകൾ കട്ട് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഈ ഒരു ടണൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും മരങ്ങൾ മുറിക്കേണ്ട ആവശ്യം വരില്ല, വെറുതെ ഹില്ല് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തുരങ്കപാത ഉണ്ടാക്കുന്നു, അത് സ്റ്റേബിളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ലൈനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, ഒരു 10 മീറ്ററുള്ള ഓപ്പണിംഗ് ആണ് ടണലിലൂടെ പോകുന്നത്. പരിസ്ഥിതിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്. ഈ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലൊക്കെ താങ്കൾ ജോലി ചെയ്ത് പരിചയമുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ തുരങ്കപാത ഉണ്ടാക്കുന്ന സ്ഥലത്തെയൊക്കെ ഭൂപ്രകൃതി എത്രമാത്രം ഈ പ്രോജക്റ്റിന് വെല്ലുവിളി ഉയർത്തും? ഒരു ടണലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, കൺസ്ട്രക്ഷനിലുള്ള വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാറയുടെ ഘടനയാണ്. നേരെ മറിച്ച് ഹിമാലയൻ പർവ്വതങ്ങളിലുള്ള ടണലുകളാണ് ഞാൻ പലതും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണിന്റെ ഉറപ്പ് വളരെ വളരെ കുറവാണ്. ഏറ്റവും ഫ്രജൈലായിട്ടുള്ള ഒരു സോയിൽ കണ്ടീഷൻ എന്നാണ് പറയുന്നത് ഹിമാലയത്തിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് വളരെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറും. അതിന് പുറമെ വളരെ ചിലപ്പോൾ ഒരു വാട്ടർ ചാർജ് വരികയാണെങ്കിൽ നമുക്കത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ടണലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളൊരു വീക്കായിട്ടുള്ള സോയിൽ,
അതിൽ വാട്ടർ ചാർജ് കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ടണലിനെ സംബന്ധിച്ചിടത്തോളം. ഈ ടണൽ അങ്ങനെ ഒന്നാമത് റോക്ക് കണ്ടീഷൻ വളരെ നല്ലതായതുകൊണ്ട് ഈ ടണൽ കാര്യമായിട്ടുള്ള വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ നേരെ എന്ന് പറഞ്ഞാലും നമുക്കൊരു ടണലിൽ എപ്പോഴാണ് ഒരു സർപ്രൈസ് കിട്ടുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല എന്നാണ് കാണുവാൻ കഴിഞ്ഞത്. ഒരു കാര്യമുണ്ട്, ഇന്ന് രാവിലെ 11 മണിക്ക് ആദ്യ ബ്ലാസ്റ്റിന് സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണല്ലോ. ആ ഫംഗ്ഷനെ കുറിച്ച് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കാം. അതെ, ഇത് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ടണൽ ബ്ലാസ്റ്റിങ്ങിന്റെ സ്ഥലം സന്ദർശിക്കുന്നതായിരിക്കും. അവിടെ ഒരു ചെറിയ ബ്രീഫിംഗ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് ഒരു ടണൽ ബ്ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ ബ്ലാസ്റ്റിംഗ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് വിട്ട് കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് നിന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. താങ്ക് യു ശ്രീ KP പുരുഷോത്തമൻ. കിബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ശ്രീ KP പുരുഷോത്തമൻ. അതിൻ്റെ എന്തായാലും ഈ തുരങ്കപാതയ്ക്ക് എല്ലാവിധമായ ആശംസകളും. ജനങ്ങൾക്ക് ഏതാണ്ട് 10-30 കിലോമീറ്റർ ദൂരം കുറയ്ക്കാൻ കഴിയും ഈ പാതയ്ക്കെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.